ഈ പള്ളി എല്ലാവർക്കും പരിചയമുണ്ടോ? ഇതാണ് കടമ്പനാട് സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി. ഈ പള്ളിയിലെ ഇന്ന് പരിശുദ്ധ പരുമല തിരുമേനിയുടെ വലിയൊരു പെരുന്നാൾ ആഘോഷിക്കുകയാണ്. മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ പരിശുദ്ധ പരുമല കൊച്ചു തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളാണ് ഈ പള്ളിയിൽ ഇടവകയിൽ ഇന്ന് കൊണ്ടാടുന്നത്. ഇവിടെ വൈകിട്ട് സന്ധ്യാനമസ്കാരവും അതിനോട് തുടർന്നുള്ള റാസയുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ കൂടി കാണിക്കുന്നത്. ഇത് കടമ്പനാട് പള്ളിയിൽ നിന്നും ആരംഭിച്ച് നസ്രയത്ത് കുരിശുമുട്ടിൽ അവസാനിക്കുന്ന റാസയാണ് കാണുന്നത്. അലങ്കാരത്താൽ മനോഹരമായ പള്ളിയും പള്ളിയുടെ ചുറ്റുപാടും പലതര വർണ്ണ ദീപങ്ങളാൽ പള്ളി അലങ്കരിച്ചിരിക്കുന്നു. പെരുന്നാൾ ശോഭയിൽ പള്ളി ശോഭിച്ചിരിക്കുന്നു. നാനാജാതികൾക്ക് അഭയമായ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള റാസയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടമ്പനാട് ദേവാലയത്തിൽ നിന്നും റാസ പുറപ്പെട്ടതാണ് ഈ കാണുന്നത്. കടമ്പനാട് പള്ളിയിൽ നിന്നും റാസ പുറപ്പെട്ടപ്പോൾ ഫ്രണ്ടിൽ പരുമല തിരുമേനിയുടെ ഛായാചിത്രം വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനമാണ് ഈ റാസയുടെ മുന്നിലായി കാണുന്നത്. കത്തിച്ച മെഴുകുതിരികൾ പിടിച്ച പുരുഷാരങ്ങൾ റാസയിൽ പങ്കെടുക്കുവാനായി വന്നിരിക്കുന്നു. പള്ളിയുടെ കൽക്കുരിശിൻ്റെ ഭാഗത്തിൽ നിന്നും ഇറങ്ങി റോഡിലേക്ക് വരുന്നതാണ് ഈ കാണുന്നത് റാസ. ശോഭിതമായ പള്ളിയും പള്ളിപ്പരിസരവും പ്രാർത്ഥനയാലും നൊയമ്പിനാലും പ്രാർത്ഥനയുടെ ശക്തിയാലും ശോഭിതമായിരിക്കുന്നു പള്ളിപ്പരിസരം. പള്ളിപ്പരിസരത്ത് നിന്നും ആരംഭിച്ച റാസ ആരംഭിച്ചിരിക്കുന്നു. പള്ളിയുടെ കുരിശുമുട്ടിൽ ധൂപാർപ്പണം നടത്തുന്നു പുരോഹിതർ. നടപ്പന്തലിൽ ഏറ്റവും ബാക്കിലായി പുരോഹിതരെ കാണുവാനും സാധിക്കും. റാസ നസ്രയത്ത് കുരിശുമുട്ടിലെത്തിയപ്പോൾ റാസ നസ്രയത്ത് കുരിശുമുട്ടിലെത്തിയതാണ് ഈ കാണുന്നത്. കടമ്പനാട് പള്ളിയിൽ നിന്നും പുറപ്പെട്ട റാസ നസ്രയത്ത് കുരിശുമുട്ടിൽ എത്തിയ ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നസ്രയത്ത് കുരിശുമുട്ടിൽ നിന്നും 7-ാം മൈൽ ജംഗ്ഷനിൽ വന്ന് റാസ തിരിച്ച് നസ്രയത്ത് കുരിശുമുട്ടിൽ വരികയും അവിടെ വെച്ച്
നസ്രത്ത് കുരിശുമൂട്ടിൽ നേർച്ച വിളമ്പും റാസയ്ക്ക് സ്വീകരണം കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ണിയപ്പം നേർച്ച കൊടുക്കുന്നതാണ് ഈ കാണുന്നത്. കുരിശുമൂടിൻ്റെ വെച്ച് റാസ 7-ാം മൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നടപ്പന്തൽ വരുന്ന പുരോഹിതരെയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും കത്തിച്ച മെഴുകുതിരി പിടിച്ച് പ്രാർത്ഥനാ മന്ത്രങ്ങളുമായി റാസ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ നിന്നും തിരിച്ച് റാസ നസ്രത്ത് കുരിശുമൂട്ടിലെത്തി. അവിടുന്ന് ആശീർവാദവും നേർച്ച വിളമ്പോടും കൂടി നമ്മുടെ റാസ അവസാനിച്ചതാണ് ഈ കാണുന്നത്. ആശീർവാദത്തോടെ തുടർന്ന് നേർച്ച വിളമ്പുണ്ടായിരുന്നു, പായസം നേർച്ച വിളമ്പ്. അതോടുകൂടി റാസ